നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. തീർത്തു അക്ഷരാർത്ഥത്തിൽ കിവീസിനെ അരിഞ്ഞിട്ടു. ഇഡൻ മർക്രമിൻ്റെ ഒക്കെ പൊളിച്ചടുക്കലുണ്ടല്ലോ. ഏറ്റവും വേഗത്തിൽ T20 വേൾഡ് കപ്പിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ബാറ്ററായിട്ട് അദ്ദേഹം മാറി. 44 പന്തിൽ 86 റൺസ് അടിച്ചുകൊണ്ട് അദ്ദേഹം പുറത്താകാതെ നിന്നപ്പോൾ അനായാസം കിവീസിനെ തകർത്തെറിഞ്ഞു സൗത്ത് ആഫ്രിക്ക. 7 വിക്കറ്റിൻ്റെ വിജയമാണ്, അതും 17 പന്തുകൾ ശേഷിക്കെ. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 175 റൺസ് അടിച്ചപ്പോൾ 17.1 ഓവറുകളിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു സൗത്ത് ആഫ്രിക്ക. കളിയിൽ ന്യൂസിലാൻഡിന് വേണ്ടി ടോപ്പ് സ്കോററായത് ചാപ്മാൻ ആണ്. 26 പന്തിൽ നിന്ന് അദ്ദേഹം 48 റൺസ് അടിച്ചു. മിച്ചൽ 24 പന്തിൽ നിന്ന് 32 റൺസ് അടിച്ചുകൊണ്ട് മികച്ചൊരു പ്രകടനം നടത്തി. അതേസമയം ഓപ്പണർ ഫിൻ അലൻ 17 പന്തിൽ നിന്ന് 31 റൺസ് അടിച്ചിരുന്നു. സഹ ഓപ്പണർ സിഫേർട്ട് 13 റൺസ് അടിച്ചപ്പോൾ രജിൻ രവീന്ദ്രയും 13 റൺസിൻ്റെ സംഭാവന നൽകിയിരുന്നു. ഒടുവിൽ ജിമ്മി നീഷം 15 പന്തിൽ നിന്ന് 3 ഫോറിൽ സഹായത്തോടെ 23 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ബൗളിങ്ങിൽ തിളങ്ങിയത് മാർക്കോ യെൻസനാണ്. 4 ഓവറിൽ 40 റൺസ് വിട്ടുകൊടുത്ത് അദ്ദേഹം 4 വിക്കറ്റുകൾ വീഴ്ത്തി. കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹം വിക്കറ്റ് വീഴ്ത്തിയതാണ് ന്യൂസിലാൻഡ് ഇന്നിങ്സിൻ്റെ മൊമെൻറ്റം നഷ്ടപ്പെടുത്തിയത്. ഏതായാലും ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ ഒരു വമ്പൻ തോൽവി എന്ന് പറയുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിങ്ങിലെ ഈഡൻ മർക്രം ഒരു ഭാഗത്ത് നിന്ന് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മറുഭാഗത്ത് QDK 14 പന്തിൽ നിന്ന് 20 റൺസുമായിട്ടും റിക്കിൾട്ടൺ 11 പന്തിൽ നിന്ന് 21 റൺസുമായിട്ടും ബ്രെവിസ് 17 പന്തിൽ നിന്ന് 21 റൺസുമായിട്ടും മടങ്ങി. മത്സരം അവസാനിക്കുമ്പോൾ ഡേവിഡ് മില്ലർ 17 പന്തിൽ നിന്ന് 1 4ഉം 1 6ഉം അടക്കം 24 റൺസുമായിട്ട് ഈഡൻ മർക്രമിന് കൂട്ടുണ്ടായിരുന്നു. മർക്രം 44 പന്തുകളിൽ നിന്ന് 8 4ഉം 4 6ഉം അടക്കം 86 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നുകൊണ്ടൊരു ഗംഭീര ഇന്നിങ്സ്, ക്യാപ്റ്റൻ ഇന്നിങ്സ് കളിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഏതായാലും ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ കാര്യങ്ങൾ തെളിഞ്ഞു വരികയാണ്. സൗത്ത് ആഫ്രിക്ക കളിച്ച 3 കളികളും വിജയിച്ച് 6 പോയിൻറ്റോടെ മുന്നോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. അതേസമയം ന്യൂസിലാൻഡിന് 3 കളികളിൽ 4 പോയിൻ്റാണ്. UAE 2 കളികൾ 2 പോയിൻറ്റുമായിട്ട് നിൽക്കുന്നു. അഫ്ഗാനിസ്ഥാനും കാനഡക്കും പോയിൻറ്റുകളില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.